Welcome to Delta Carz. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിപ്രാന്തന്മാർക്കൊക്കെ ഹരം കൊള്ളിക്കുന്ന ഒരു കിടിലൻ ഒരു ഇടിവെട്ട് സാധനമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. നമ്മുടെ റോഡുകളിൽ രാജകീയമായ പ്രൗഢിയോടുകൂടി ഓടിക്കൊണ്ടിരുന്ന പഴയ കാലത്തെ ഏറ്റവും മൂവ്മെൻ്റുള്ളൊരു വണ്ടിയാണിത്. Fiat 1100. നമ്മുടെ കാലപ്പഴക്കം കൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ വളരെ മോശമായൊരവസ്ഥയായിരുന്നത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നമ്മൾ കസ്റ്റമറോട് സംസാരിച്ച് ആൾക്ക് ഇഷ്ടമുള്ള ഒരു കളർ ടോണിൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കസ്റ്റമൈസ്ഡ് ഇൻറ്റീരിയറിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. തികച്ചും പഴയൊരു ഉപയോഗശൂന്യമായ ഒരു അവസ്ഥയിലായിരുന്നു ഇതിൻ്റെ ഇൻറ്റീരിയർ ഉണ്ടായിരുന്നത്. അത് തികച്ചും ഒരു അടിപൊളി ലുക്കിലേക്കാണ് നമ്മൾ മാറ്റാൻ പോകുന്നത്. അപ്പോൾ നോക്കൂ. I can't move on till I let go. I feel so lost, never at home. Need to be strong, every breath hold. 'Cause I can't move on till I let go. I can't move on till I let go. I feel so lost, never at home. Need to be strong, every breath hold. 'Cause I can't move on till I let go. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ കൊമ്പൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അതിന് തന്നെ നമുക്ക് എടുത്ത് പറയേണ്ട കാര്യമാണ് ഇതിൻ്റെ ഫ്രണ്ട് ഡോർ പാഡുകളെല്ലാം നമ്മൾ റാപ്പ് ചെയ്തു, കളർ ചേഞ്ച് ചെയ്തു, ഫോം ചേഞ്ച് ചെയ്തു, പാഡും ചേഞ്ച് ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാകെ അഴുകിപ്പോയിരുന്ന അവസ്ഥയിലുണ്ടായിരുന്നു. അത് നമുക്ക് ചേഞ്ച് ചെയ്ത് നല്ല ലുക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട കാര്യമാണ് ഇതിൻ്റെ റൂഫ്. പണ്ടത്തെ റൂഫ് കളർ ടോട്ടലി നമ്മൾ ചേഞ്ച് ചെയ്തു. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കോമ്പിനേഷനിലേക്ക് നമുക്ക് മാറ്റാൻ കഴിഞ്ഞു മൊത്തത്തിൽ വണ്ടിയെ. ആദ്യം ഉണ്ടായിരുന്ന കളർ കോമ്പിനേഷൻ നമുക്ക് കണ്ടില്ല, ഒരു റിച്ച് ലുക്ക് നൽകിയിരുന്നെങ്കിലും അത് പഴകിപ്പോയപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി തന്നെ നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ നമ്മുടെ പറയേണ്ട ഒരു കാര്യമാണ്, നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഡാഷ്ബോർഡും ഈ കളർ ടോണിലേക്ക് വന്നപ്പോൾ ശരിക്കും അതിൻ്റെ ലുക്ക് മാറി, നല്ലൊരു നീറ്റ്നെസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റി. ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി ഓടിക്കാൻ പറ്റിയത് തന്നെ വളരെ എക്സ്പീരിയൻസ് ആണ്. കാരണം ഞാൻ ജനിക്കാനായിട്ട് മുന്നേ വന്നിട്ടുള്ള വണ്ടിയാണിത്. കാരണം ഇതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ ഒക്കെ ഒരു ചെറിയൊരു കണ്ടില്ലേ ലെങ്ത്ത്, നമുക്കൊന്നും കാണാൻ തന്നെ പറ്റില്ല ഇപ്പോഴത്തെ വണ്ടികളിൽ. പിന്നെ സ്റ്റിയറിങ് തന്നെ ഗിയർ അതുപോലെ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ഫുള്ളി ചേഞ്ചാണ്. എന്നാലും പക്ഷേ നമുക്ക് സത്യം പറഞ്ഞാൽ ഈ വണ്ടിയുടെ ഓണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് ബോംബെയിലേക്ക് അത് ഓടിച്ച് കൊണ്ടുപോകാറുണ്ടെന്ന് അതിശയം പോയി എനിക്ക് കേട്ടപ്പോൾ. കാരണം അത്രയും ആൾക്ക് ക്രൈസാണ് ഈ വണ്ടിയോട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ്, നമ്മുടെ സീറ്റ് കവേഴ്സ് എല്ലാം നമ്മൾ ചേഞ്ച് ചെയ്തെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പക്ക ഫോമിങ് നൽകിയും പറ്റി. പഴയ ഫോമൊക്കെ നമ്മൾ മാറ്റി പുതിയ ഫോമിലാണ് ചെയ്തേക്കണേ. കംപ്ലീറ്റ്ലി ഡബിൾ സ്റ്റിച്ചിങ് ആണ് നമ്മൾ ചെയ്തേക്കണേ. പിന്നെ ഒരു പ്രീമിയം ടൈപ്പ് മെറ്റീരിയലാണ് ഇത്. നമുക്കൊരു 15 കൊല്ലത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ല, അത്രയും നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇത് വാഷബിൾ ആണ് ഈ മെറ്റീരിയൽ. പിന്നെ നമുക്ക് സ്ക്രാച്ചസ് കാര്യങ്ങൾ അതുപോലെ ഒന്നും പ്രശ്നമൊന്നും വരില്ല. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മൾ ജീൻസൊക്കെ ഇട്ട് കയറുമ്പോൾ നമ്മുടെ സീറ്റ് കവർ പൊളിയാന്നുള്ളത്. അത് ഈ മെറ്റീരിയൽ ഒരിക്കലും ഉണ്ടാവില്ല, 100% ഉറപ്പാണ്. നല്ലൊരു പെർഫെക്റ്റ് സാധനമാണിത്. അതുപോലെ തന്നെ ഇത് ആദ്യം കണ്ടപ്പോൾ എനിക്കുണ്ടായ ഒരു സംശയമായിരുന്നു, വേറൊന്നുമല്ല, നമ്മൾ ഈ ഡോർ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ വെച്ചത് ഈ ഡോറ് കംപ്ലൈൻ്റ് ആണല്ലോ എന്ന് വിചാരിച്ചു. സത്യത്തിലായി ഡോറ് കംപ്ലൈൻ്റ് അല്ല, ഡോറ് അടഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിയിട്ടോ. കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കാണാനേ പറ്റില്ല ഡോർ ഇങ്ങനെ ഒരു ഓപ്പൺ ചെയ്യണ ഒരു വണ്ടി. സാധാരണ ഡോറൊക്കെ ആ സൈഡിലാണല്ലോ വരിക. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ഒരു ക്ലാസിക് ലുക്ക് നൽകാനായിട്ട് ഈ ശരിക്കും പറഞ്ഞാൽ ഈ ടയറിനും ഈ കളറിനും ഈ കപ്പിനൊക്കെ പറ്റിയിട്ടുണ്ട്. ശരിക്കും നല്ലൊരു ലുക്ക് ഉണ്ട്. ഈ ടയറിൻ്റെ സൈസ് വളരെ ചെറിയൊരു സൈസാണ്, വീതി കുറവാണ്, പക്ഷെ കാണാനൊക്കെ ആ ലുക്ക് അടിപൊളിയാണ്. പിന്നെ കൂടാതെ തന്നെ ഇതെടുത്ത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഹാൻഡ് ബ്രേക്ക് ഉണ്ടായില്ലേ വണ്ടിയിൽ. പക്ഷേ ഏത് സ്ഥലത്ത് നമുക്ക് പാർക്ക് ചെയ്യുമ്പോഴും ഹാൻഡ് ബ്രേക്കിൻ്റെ ഒരു ആവശ്യം വരാത്ത രീതിയിൽ അതിൻ്റെ ഡിസൈൻ ചെയ്യുന്നത്. അത് ടെക്നിക്കൽ വശങ്ങൾക്ക് നമുക്ക് അറിയില്ല, പക്ഷേ എന്തായാലും സംഭവം കിടിലൻ തന്നെ കേട്ടോ, കിടിലൻ വണ്ടി. അതുപോലെ തന്നെ നമ്മുടെ ടാറ്റയിലെ വണ്ടിയിലൊക്കെ നമ്മളിപ്പോൾ വരുന്ന ഒരു 90 ഡിഗ്രി ഡോർ ഓപ്പണൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതിലൊക്കെ അത് പണ്ടേ വന്ന സംഭവമാണ്. കാരണം ആ ഡോറൊക്കെ തുറക്കുമ്പോൾ ഏതാണ്ട് 90 ഡിഗ്രി തന്നെ കിട്ടുന്നുണ്ട്.
ഇപ്പോൾ ഇതാണ് ബാക്ക് സീറ്റിൽ വന്നേക്കുന്ന കാര്യങ്ങൾ. ബാക്ക് സീറ്റ് നമുക്ക് കഴിഞ്ഞു. പിന്നെ സൈഡ് പാഡൊക്കെ നമ്മൾ അടിച്ചു. അതുപോലെ തന്നെ ബാക്ക് സീറ്റിൻ്റെ കംപ്ലീറ്റ്ലി ഫോമൊക്കെ ഇട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ലുക്ക് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കളർ കോമ്പിനേഷൻ ബ്ലാക്കും ഈ ഒരു കളറും വന്നപ്പോൾ നല്ലൊരു ലുക്ക് തന്നെ വന്നിട്ടുണ്ട് വണ്ടിക്ക്. ഇതിലെടുത്ത് പറയേണ്ട കാര്യം, നമ്മളൊരിക്കലും ഈ വണ്ടിയുടെ പഴയ ലുക്ക് പോവാത്ത രീതിയിലാണ് ഇത് ചേഞ്ച് ചെയ്തേക്കണേ. നമ്മളൊരിക്കലും ഇതിൽ വെറൈറ്റി ഡിസൈൻ അടിച്ച് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ആ ക്ലാസിക് ലുക്ക് നിർത്തിക്കൊണ്ട് തന്നെയാണ് അതിൽ കളർ ടോണും ഡിസൈനിങ്ങൊക്കെ ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ റീസ്റ്റോറേഷൻ വീഡിയോ എല്ലാവരും കണ്ടു, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ റീസ്റ്റോർ ചെയ്യാൻ ആഗ്രഹമുള്ള വണ്ടികളൊക്കെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഓൾ ഓവർ ഇന്ത്യ ഓൺലൈൻ സർവീസും ഇപ്പോൾ അവൈലബിൾ ആണ്. കൂടാതെ തന്നെ പിന്നെ പുതിയ പുതിയ വീഡിയോകളുമായിട്ട് ഇതുപോലെ കിഡിലൻ ഐറ്റംസുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. സൈനിങ് ഓഫ് ബൈ ഡെൽറ്റ.